ജീവാംശമായി ഭാഗം 4. തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ ആദിശിൻ്റെ ഉള്ളിൽ ഒരു മരവിപ്പായിരുന്നു. ഇന്നലെ ഏട്ടന്മാരുടെ സംസാരം കൂടിയായപ്പോൾ ഒരു തോൽവി സമ്മതിച്ചു കൊടുക്കുന്നത് പോലെയുണ്ട് ഈ യാത്ര എന്നവന് തോന്നി. എങ്കിലും ജാൻവിയുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ വിട്ടുവീഴ്ച അത്യാവശ്യമാണെന്ന് അമ്മ അവനെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഇനി കോളേജിൽ പോകാനാവില്ല. ജാൻവി ഹോസ്റ്റലിലായതുകൊണ്ട് നാട്ടിൽ വെച്ച് കാണാനുമാവില്ല. പിന്നെ അവൾ മെസ്സേജ് അയച്ചിട്ടില്ല. ഫോൺ തന്നെ എടുത്തില്ല എന്ന് തോന്നുന്നു. ഓൺലൈൻ വരുന്നതൊന്നും കാണുന്നില്ല. മെസ്സേജ് ഒന്നും സെൻഡാവുന്നില്ല. മനസ്സിൽ ദുഃഖമുള്ളതുകൊണ്ട് അവൻ അതൊന്നും ഒരു പ്രശ്നമായി തോന്നിയില്ല. അന്നത്തെ ദിവസം വിരസതയോടെ കടന്നുപോയി. മറ്റന്നാൾ പോകണമെന്ന് കിരൺ അളിയൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപുള്ള ഷോപ്പിങ്ങിന് രാവിലെ തന്നെ ആദിശ് ടൗണിലേക്ക് പോയി. കുറച്ച് പുതിയ വസ്ത്രങ്ങളും യാത്രയ്ക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. ലുലു മാളിലെ തിരക്കിനിടയിൽ നടക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ജാൻവി എവിടെയെങ്കിലും ഉണ്ടാകണേ എന്ന് അവൻ്റെ മനസ്സ് വെറുതെ കൊതിച്ചുപോയി. യാത്രയ്ക്ക് വേണ്ട ട്രാവൽ കിറ്റും പുതിയൊരു ഹെഡ്സെറ്റും വാങ്ങി. തിരുവനന്തപുരത്തെ തൻ്റെ താമസ സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാട്ടുകൾ മാത്രമായിരിക്കും എനിക്ക് കൂട്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അമ്മയുടെ വിങ്ങുന്ന മുഖവും അച്ഛൻ്റെ ഗർവുള്ള നോട്ടവും എല്ലാം കാത്തിരിക്കുന്നുണ്ടെന്ന് അവനറിയാം. പക്ഷേ തിരുവനന്തപുരത്തേക്കുള്ള ഈ യാത്ര വെറുമൊരു ഒളിച്ചോട്ടമല്ലെന്ന് അവൻ ഉറപ്പിച്ചു. അത് തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. അവിടെ അവൻ വാസുദേവൻ്റെ മകനല്ല, മറിച്ച് ജാൻവിയുടെ ജാൻ മാത്രമായിരിക്കും. അന്ന് രാത്രി ആദി തൻ്റെ മുറിയിൽ സാധനങ്ങൾ ഒതുക്കി വെക്കുകയായിരുന്നു. വലിയൊരു ട്രാവൽ ബാഗ് കട്ടിലിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അലമാരയിൽ നിന്നും ഷർട്ടുകളും ജീൻസുകളും ഓരോന്നായി എടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറച്ചു. ഓരോ വസ്ത്രത്തിലും ഈ നാട്ടിലെ മണ്ണും കാറ്റും ജാൻവിയുടെ സാമീപ്യവും ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവന് തോന്നി. അവളുമൊത്തുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. അലമാരയുടെ ഉള്ളിലെ ഒരു ചെറിയ അറയിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചെറിയ സമ്മാനപ്പൊതി കയ്യിലെടുത്തു. ജാൻവിക്ക് അവളുടെ ജന്മദിനത്തിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു വെള്ളി പാദസരമായിരുന്നത്. അടുത്ത ആഴ്ചയാണ് അവളുടെ ജന്മദിനം. അത് കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് താൻ പോകുന്നത്. അവനത് ഭദ്രമായി തന്നെ തൻ്റെ ബാഗിലെ ഏറ്റവും ഉള്ളിലെ സിബിനുള്ളിൽ വെച്ചു. പഠിക്കാനുള്ള പുസ്തകങ്ങളും ലാപ്ടോപ്പും ബാഗിലാക്കി. ഇടയ്ക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന ആ നാട്. അവിടെ എവിടെയോ തൻ്റെ ജാൻവി ഉറങ്ങാൻ കഴിയാതെ കിടക്കുന്നുണ്ടാവും. അവളോട് യാത്ര പറയാൻ പോലും അച്ഛൻ സമ്മതിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണണം. താഴെ ഹാളിൽ വാസുദേവനും മക്കളും മരുമക്കളും ഇരിക്കുകയായിരുന്നു. അവൻ പോകാൻ സമ്മതിച്ചത് നന്നായി. അവനെ ഇന്ന് കണ്ടില്ലല്ലോ. എവിടെ പോയി? വാസുദേവൻ തൻ്റെ സിഗരറ്റ് പുകച്ചുകൊണ്ട് ചോദിച്ചു. അവൻ മുകളിലുണ്ട്, പോകാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ കിരണിൻ്റെ അളിയൻ്റെ കണ്ണുണ്ടാവും. അവൻ അവിടെ ചെന്ന് ആ പെണ്ണിനെ വിളിക്കാനോ ബന്ധം തുടരാനോ നോക്കിയാൽ അപ്പോൾ അറിയാം. എൻ്റെ വാക്കിനെതിരെ നിന്നാൽ അനുഭവിക്കുന്നത് അവനായിരിക്കും. അല്ല അച്ഛാ, അവൻ അവിടെ ചെന്നിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുമോ, അതോ ഇതിൻ്റെ പേരിൽ പഠനത്തിൽ ഉഴപ്പി അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? ഗണേഷ് സംശയത്തോടെ ചോദിച്ചു. അവനവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, ഹരീഷ് പറഞ്ഞു. നമ്മുടെ കിരണിൻ്റെ പെങ്ങളുടെ വീട്ടിലല്ലേ അവൻ നിൽക്കുന്നത്. അവിടെ അനാവശ്യ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. പിന്നെ മാളവികയുടെ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അവർ റിലേറ്റീവാണല്ലോ. അവനും ഒരു കണ്ണു വെച്ചോളും. അകത്ത മുറിയിൽ നിന്നും ഏട്ടത്തിമാർ ചിരിച്ചു കൊണ്ടുവരുന്നത് കണ്ട്. ആദിക്ക് വേണ്ടി കുറച്ച് പലഹാരങ്ങൾ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്, രശ്മി പറഞ്ഞു. അവൻ അവിടെ ചെന്ന് കഷ്ടപ്പെടണ്ടല്ലോ. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, ആദി പോകുന്നതോടെ ഈ വീടിൻ്റെ സമാധാനം തിരിച്ചു കിട്ടും. അതെ, അവൻ്റെ പ്രേമം അച്ഛൻ പിടിച്ചത് പിന്നെ ഇവിടെ ഒരു സ്വസ്ഥതയുമില്ലല്ലോ. സുധ ശരിവെച്ചു. മാളവികയെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടാൻ ആദി പുണ്യം ചെയ്യണം. തിരുവനന്തപുരത്ത് പോയി വരുമ്പോഴേക്കും അവൻ്റെ ബുദ്ധി തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും പറഞ്ഞവർ രണ്ടും പൊട്ടിച്ചിരിച്ചു. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ ചായ തിളപ്പിക്കുകയായിരുന്നു കൃഷ്ണപ്രഭ. തൻ്റെ മകനെ ഒരു കുറ്റവാളിയെപ്പോലെ നാടുകടത്തുന്നത് അവർക്ക് സഹിക്കാനായില്ല. ചായയുമായി അവർ മുകളിലേക്ക് നടന്നു. ആദിയുടെ മുറിയിലെത്തിയപ്പോൾ അവൻ ബാഗ് സിബ് ചെയ്യുകയായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കഴിക്കാൻ എന്തെങ്കിലും വേണോ മോനെ? വേണ്ട അമ്മേ, എനിക്കൊന്നും വേണ്ട. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി പോയാൽ മതി, അവൻ ഒട്ടൊരു നിരാശയോടെ പറഞ്ഞു. കൃഷ്ണപ്രഭ അവൻ്റെ അരികിലിരുന്നു. മോനെ, അമ്മയോട് ദേഷ്യം തോന്നരുത്. നിന്നെ പിരിഞ്ഞു നിൽക്കാൻ അമ്മയ്ക്ക് വിഷമമുണ്ട്. പക്ഷേ നിൻ്റെയും ജാൻവിയുടെയും നല്ലതിന് വേണ്ടിയാണ് അമ്മ ഇത് സമ്മതിച്ചത്. എനിക്കറിയാം അമ്മേ. ആദി അമ്മയുടെ കൈകളിൽ പിടിച്ചു. അമ്മ വിഷമിക്കേണ്ട, ഞാൻ അവിടെ ചെന്ന് നന്നായി പഠിക്കും. പക്ഷേ അച്ഛനോടും ഏട്ടത്തിമാരോടും പറഞ്ഞേക്കൂ, എന്നെ ചങ്ങലക്കിടാൻ ആർക്കും കഴിയില്ലെന്ന്. ജാൻവി എൻ്റേതാണ്, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മ മറുപടി പറഞ്ഞില്ല. അവർ അവൻ്റെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് ആദി നിദ്ര തേടി. രാവിലെ എണീറ്റത് മുതൽ ആദിക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി.
തൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ പോകണം. ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുമോ എന്നറിയില്ല. അവൻ ചിന്തയിലാണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ കിരൺ ചേട്ടനാണ്. ആദി, നീ റെഡിയായോ? ഉച്ചയ്ക്ക് ശേഷം നമുക്ക് തിരിക്കണം. നിനക്കുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. താമസവും പഠനവും എല്ലാം ഇനി എൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. നീ അവിടെ ചെന്ന അങ്ങളുടെ ദേഷ്യം പതുക്കെ കുറഞ്ഞോളും. കിരണിൻ്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു. ഞാൻ റെഡിയാണ് ഏട്ടാ, പക്ഷേ എനിക്കൊന്ന് പുറത്തു പോകണം. ജാൻവിയെ ഒന്ന് കാണണം. അവളോട് യാത്ര പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല, ആദിഷ് ദൃഢമായി പറഞ്ഞു. ആദ്യം കിരൺ ഒന്ന് മടിച്ചെങ്കിലും അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി സമ്മതിച്ചു. ശരി, പക്ഷേ അങ്കിൾ അറിയരുത്. അമ്മയോട് മാത്രം പറഞ്ഞിട്ട് വേഗം പോയി വാ. അവസാനമായി തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദിഷിൻ്റെ കൈകൾ വിറച്ചു. ഇത് തൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള യാത്രയാണ്. കോളേജ് കവാടവും വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന ചായക്കടയും എല്ലാത്തിനുമുപരി ജാൻവിയുടെ ചിരിയും എല്ലാം അവന് നഷ്ടപ്പെടാൻ പോവുകയാണ്. പുഴക്കരയിൽ അവരുടെ പഴയ പ്രണയം തുടങ്ങിയ ആ സ്ഥലത്ത് ജാൻവി നേരത്തെ എത്തിയിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾക്ക് അവനെ കാണാനുള്ള ആഗ്രഹം തിങ്ങിയപ്പോൾ കോളേജിൽ നിന്നിറങ്ങി ഓട്ടോ വിളിച്ച് അവിടേക്കെത്തി. ആദിഷ് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ ഓടി അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. ഏട്ടാ, പോവുകയാണോ? അവളുടെ ശബ്ദം ഇടറി. ആദിഷ് അവളുടെ തോളുകളിൽ പിടിച്ചു. ജാനി, ഇത് വേർപിരിയലല്ല. നിന്നെയും നിൻ്റെ അച്ഛനെയും സംരക്ഷിക്കാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ അച്ഛൻ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോകുന്നത്. ഏട്ടന്മാരും അച്ഛൻ്റെ കൂടെയുണ്ട്. എനിക്ക് പേടിയാവുന്നു ഏട്ടാ. ഈ ദൂരം നമ്മളെ തമ്മിൽ അകറ്റുമോ? അവിടെ ചെന്ന് പുതിയ ലോകത്തെത്തുമ്പോൾ ഏട്ടൻ എന്നെ മറക്കുമോ? അവൾ അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്നു. ഒരിക്കലുമില്ല ജാനി. ആദിഷ് ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം നീ എൻ്റെ മനസ്സിലുണ്ടാകും. നമ്മളെന്നും സംസാരിക്കും. ഓരോ ദിവസവും ഞാൻ നിനക്കായി അവിടെ കാത്തിരിക്കും. പഠിച്ചു നല്ലൊരു നിലയിലെത്തിയാൽ നമുക്ക് ആരെയും പേടിക്കാതെ ഒന്നിച്ച് ജീവിക്കാം. നീയും നന്നായി പഠിക്കണം. നിൻ്റെ അച്ഛൻ്റെ കരുത്താവണം. എനിക്ക് വേണ്ടി നീ കാത്തിരിക്കില്ലേ? ആദിഷ് അവളുടെ മുഖം മെല്ലെ പെരുവിരലിനാൽ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ജാൻവി തേങ്ങയിലൂടെ തലയാട്ടി. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സിൽവർ മോതിരം അവൻ്റെ കയ്യിലിട്ട് കൊടുത്തു. ഇതെങ്കിലും കൂടെ ഉണ്ടാവട്ടെ, എൻ്റെ ഓർമ്മയ്ക്ക്. അവൻ പോരുമ്പോൾ ബാഗിൽ നിന്ന് എടുത്തു പിടിച്ച് ആ ഗിഫ്റ്റ് ബോക്സ് തിരിച്ച് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെൻ്റെ പെണ്ണിനെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടി വാങ്ങി വെച്ചതാ. അതുകൂടി കേട്ടപ്പോൾ ജാനിക്ക് സങ്കടമടക്കാനായില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യം അവൾ തന്നിലേക്ക് കൂടുതൽ അണച്ചു പിടിച്ചു. ആ നിമിഷം ആ പുഴക്കരയിൽ വീശിയ തണുത്ത കാറ്റിന് പോലും ഒരു വിങ്ങലുണ്ടായിരുന്നു. താൻ പ്രാണനായി സ്നേഹിച്ചവളെ ഈ അരക്ഷിതാവസ്ഥയിൽ വിട്ടുപോകുന്നതിലെ വേദന ആദിഷ് കടിച്ചു പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും വിട്ടുപിരിഞ്ഞു. അവൻ തൻ്റെ പ്രിയപ്പെട്ട ബുള്ളറ്റ് സർവീസ് സെൻ്ററിൽ കൊടുത്തു. കുറച്ചു കാലം അതവിടെ ഇരിക്കട്ടെ. തിരികെ തറവാട്ടിലെത്തിയപ്പോൾ കാർ റെഡിയായിരുന്നു. അമ്മ കൃഷ്ണപ്രഭ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. മകൻ പോകുന്നതിൻ്റെ സങ്കടം ഉള്ളിലൊതുക്കി അവർ അവന് കഴിക്കാൻ ചോറും കറികളും കൊടുത്തു. എന്നിട്ട് അവൻ്റെ കൂടെയിരുന്നു. മോനെ, അവിടെ ചെന്നാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ആരോടും വഴക്കിന് പോകരുത്. അച്ഛൻ്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട. എല്ലാം ശരിയാവും. അമ്മ പ്രാർത്ഥിക്കാം. അമ്മ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. വാസുദേവൻ തൻ്റെ റൂമിൽ തന്നെ ഇരുന്നു, പുറത്തെ ബഹളങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ. പക്ഷേ ആദിഷ് പോകുന്നതിൻ്റെ ആശ്വാസം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. തൻ്റെ മകൻ തൻ്റെ വരുതിയിൽ തന്നെ വരുമെന്ന അഹങ്കാരമായിരുന്നു ആ മനസ്സിൽ. കിരണേട്ടൻ അവനെ കൊണ്ടുപോകാനെത്തിയിട്ടുണ്ട്. തൻ്റെ ബാഗുകൾ കാറിൻ്റെ ഡിക്കിയിൽ വെക്കുമ്പോൾ ആദിഷ് അവസാനമായി ആ തറവാടിൻ്റെ മുകളിലേക്ക് നോക്കി. താൻ ജനിച്ചു വളർന്ന വീട്, തനിക്ക് സ്നേഹം തന്നതിനേക്കാൾ കൂടുതൽ മുറിവുകൾ തന്ന വീട്. വാ ആദി, സമയമായി, കിരൺ വിളിച്ചു. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കണ്ണുനീർ അവൻ്റെ ഷർട്ടിൽ വീണു. അച്ഛൻ ദൂരെ ഉമ്മറത്ത് തന്നെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. ആ നോട്ടത്തിൽ ഒരു വിജയശ്രീലാളിതനായ മനുഷ്യൻ്റെ ഭാവമായിരുന്നു. പക്ഷേ ആദി മനസ്സിൽ പറഞ്ഞു, ഇതൊരു തുടക്കം മാത്രമാണച്ചാ. ഏട്ടന്മാരും ഏട്ടത്തിമാരും ഒന്നും അങ്ങോട്ട് വന്നില്ല. ചേച്ചിമാരും വന്നിട്ടില്ല. എല്ലാവർക്കും ആദിയോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. കാർ സ്റ്റാർട്ട് ചെയ്ത് ആദിഷ് കാറിൻ്റെ വിൻഡോയിലൂടെ തൻ്റെ വീടിനെ നോക്കി. ആഡംബരങ്ങൾ നിറഞ്ഞ ആ വീട് അവനിപ്പോൾ ഒരു തടവറയായാണ് തോന്നിയത്. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ അടച്ചു. അവൻ്റെ ഉള്ളിലപ്പോഴും ജാൻവിയുടെ കരച്ചിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. നീ കരയേണ്ട ആദി. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുകൊടുക്കേണ്ടി വരുന്നത് വലിയൊരു വിജയത്തിന് വേണ്ടിയായിരിക്കും. ചേച്ചിക്ക് ജോലിയുള്ളതുകൊണ്ടാണ് വരാതിരുന്നത്, കിരൺ വണ്ടി ഓടിക്കുന്നതിനിടയിൽ പറഞ്ഞു. ആദിഷ് ഒന്നും മിണ്ടിയില്ല. അവൻ തൻ്റെ കയ്യിലെ ആ മോതിരത്തിൽ വിരലുകൾ അമർത്തി മനസ്സ് മന്ത്രിച്ചു. ജാനി, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ആദിഷ് തിരികെ വരും, നിനക്ക് വേണ്ടി മാത്രം. വണ്ടി നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് നീങ്ങി. ഓരോ കിലോമീറ്ററും അവനെ തൻ്റെ പ്രണയത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ
അവൻ്റെ ഹൃദയം അപ്പോഴും ആ പുഴക്കരയിൽ തന്നെയായിരുന്നു. ആദി തൻ്റെ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവൻ ജാൻവിക്കായി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഞാൻ പോകുകയാണ് ജാനി, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ ഞാൻ തിരിച്ചു വരും, നിനക്ക് വേണ്ടി മാത്രം. അതുവരെ നീ ധൈര്യമായിരിക്കണം. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. കാർ ഹൈവേയിലേക്ക് പ്രവേശിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ക്യാമ്പസും സുഹൃത്തുക്കളെയും ജാൻവിയെയും പിന്നിലാക്കി ആദി പുതിയൊരു ലക്ഷ്യത്തിലേക്ക് യാത്രയായി. ഹൈവേയുടെ ഇരുവശവും മിന്നിമറയുന്ന കാഴ്ചകൾക്കൊന്നും ആദിശിൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാറിനുള്ളിലെ എ.സിയുടെ തണുപ്പിലും അവൻ്റെ നെഞ്ച് പൊള്ളുന്നുണ്ടായിരുന്നു. കിരണിൻ്റെ ക്രിസ്റ്റ തിരുവനന്തപുരത്തിൻ്റെ അതിരുകൾ കടന്ന് നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഈ വലിയ നഗരത്തിൽ എൻ്റെ ജാനി ഒന്ന് കാണാൻ പോലും പറ്റാതെ ഇത്ര നാൾ ഞാൻ ജീവിക്കും. ആദിഷ് വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ അപരിചിതമായ മുഖങ്ങളിലേക്ക് നോക്കി. ഓരോ കിലോമീറ്ററും തന്നെ തൻ്റെ ജാൻവിയിൽ നിന്നും ദൂരേക്കകറ്റുകയാണെന്ന ബോധം അവനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. കൈവിരലിൽ അവൾ അണിയിച്ചു തന്ന ആ ചെറിയ സിൽവർ മോതിരം അവനിടയ്ക്കിടെ നോക്കി അതിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. ആ സ്പർശനത്തിന് ഇപ്പോഴും അവളുടെ കൈകളുടെ ചൂടുണ്ടായിരുന്നു. അച്ഛൻ വിചാരിക്കുന്നത് എന്നെ ഇവിടെ തളച്ചിടാമെന്നാണ്. പക്ഷേ അവർക്കറിയില്ലല്ലോ ശരീരങ്ങൾ തമ്മിലുള്ള ദൂരമല്ല പ്രണയമെന്ന്. ജാനി, നീ ഇന്ന് രാത്രി ഉറങ്ങിക്കാണില്ല എന്നെനിക്കറിയാം. ഹോസ്റ്റലിലെ ആ മുറിക്കുള്ളിൽ നീ എന്നെ ഓർത്ത് വിതുമ്പുന്നുണ്ടാവും. നിന്റെ കണ്ണീരിന് ഞാൻ മറുപടി നൽകുക എൻ്റെ വിജയത്തിലൂടെയായിരിക്കും. അതുവരെ ഈ നഗരം ഒരിക്കലും എനിക്കൊരു തടവറയല്ല, മറിച്ച് എൻ്റെ യുദ്ധക്കളമാണ്. അവൻ്റെ മനസ്സ് കലപില കൂട്ടിക്കൊണ്ടിരുന്നു. കണ്ണുകൾ നിശ്ചയദാർഢ്യത്തോടെ തിളങ്ങി. നാട്ടിൽ രാത്രിയുടെ നിശബ്ദതയിൽ ജാൻവി തൻ്റെ ഹോസ്റ്റൽ മുറിയിലെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. ഫോൺ തുറന്നു നോക്കുമ്പോൾ ആദിയുടെ ആ അവസാന മെസ്സേജ് സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. ധൈര്യമായിരിക്കണം എന്ന വാക്കുകൾ വായിക്കുമ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. തൻ്റെ പ്രാണൻ കൂടെയില്ലാത്തപ്പോൾ എങ്ങനെയാണ് താൻ ധൈര്യവതിയാകേണ്ടത്? ഏട്ടാ, ഉറക്കമില്ലാത്ത ഈ രാത്രിക്ക് എന്ത് നീളമാണ്. ആ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കാത്ത ഈ ക്യാമ്പസ് നാളെ എനിക്ക് മരുഭൂമി പോലെയാകും. എൻ്റെ ജന്മദിനത്തിന് തരാൻ വാങ്ങിയ ആ പാദസരം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതണിയാൻ എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഏട്ടൻ തന്നെ അത് എൻ്റെ കാലുകളിൽ അണിയിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുവരെ ഇതെൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കട്ടെ. അവൾ അവനെ മുന്നിൽ കണ്ടതുപോലെ സംസാരിച്ചു. ആ ഗിഫ്റ്റ് ബോക്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീർ കൊണ്ട് അതിൻ്റെ പൊതിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഏട്ടൻ്റെ ഈ പോക്ക് എന്നോടുള്ള പ്രണയം കാരണമാണല്ലോ എന്ന കുറ്റബോധം അവളെ വീണ്ടും വീണ്ടും കരയിപ്പിച്ചു. പക്ഷേ ആ പ്രണയം ഇനിയും കാണാതെ ഇരിക്കുന്നതെങ്ങനെ? അവനോടൊന്നിച്ചുള്ള നിമിഷങ്ങൾ അവളുടെ ചൊടിയിൽ കണ്ണീരിനിടയിലും നാണം വിരിയിച്ചു. രാത്രി 8 മണിയോടെയാണ് അവർ കിരണിൻ്റെ പെങ്ങളുടെ വീട്ടിലെത്തിയത്. നഗരത്തിരക്കിൽ നിന്നും മാറി ശാന്തമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു ആ വീട്. ശാന്തി നിവാസ് എന്ന പേര് ആദിക്ക് തന്നെ പരിഹസിക്കുന്നതായി തോന്നി. അവൻ്റെ മനസ്സിലെപ്പോഴും അശാന്തി പുകയുകയായിരുന്നു. കിരണിൻ്റെ പെങ്ങൾ പ്രിയയും ഭർത്താവും അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ടേലും രണ്ടാളും പുറത്താണ് പഠിക്കുന്നത്. വാ ആദി, കിരൺ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് മുകളിലെ റൂം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പ്രിയ സ്നേഹത്തോടെ പറഞ്ഞു. അവൻ ആരെയും നോക്കാതെ തൻ്റെ ബാഗുകളുമായി മുകളിലെ മുറിയിലേക്ക് നടന്നു. അത് കണ്ട് കിരൺ പ്രിയയെ നോക്കിയൊന്ന് കൺചിമ്മി കാണിച്ചു. അവനെല്ലാം പ്രിയയോട് പറഞ്ഞിരുന്നു. അവർക്ക് അവനോട് സഹതാപം തോന്നി. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും മക്കളെ ഇങ്ങനെ നിയന്ത്രിക്കുമോ? അതും തണ്ടും തടിയുള്ള ആണൊരുത്തനെ? പ്രിയക്ക് വാസുദേവനോട് ചെറിയൊരു നീരസം തോന്നാതിരുന്നില്ല. ആദ്യ റൂമൊന്ന് കണ്ണോടിച്ചു. നല്ല സൗകര്യമുള്ള മുറി. വിശാലമായ ബാൽക്കണിയിൽ നിന്നും നോക്കിയാൽ ദൂരെ നഗരത്തിലെ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. പക്ഷേ ആദിക്ക് തോന്നിയത് താൻ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റപ്പെട്ട ഒരു പക്ഷിയാണെന്നാണ്. ആദി, ഫ്രഷായി താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാം, കിരൺ വിളിച്ചു. വേണ്ടളിയാ, എനിക്ക് വിശപ്പില്ല, യാത്രയുടെ ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ, അവൻ വിനീതമായി പറഞ്ഞു. കിരൺ പിന്നെ അവനെ നിർബന്ധിച്ചില്ല. അവൻ്റെ മാനസികാവസ്ഥ കിരണിന് മനസ്സിലാവുമായിരുന്നു. കാരണം ഇതുപോലൊരവസ്ഥയിൽ അവനും അവൻ്റെ പ്രണയത്തെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ വേദന അതെത്ര കഠിനമാണെന്ന് അവന് നന്നായി അറിയാം. കിരൺ അവിടെ എത്തിയ വിവരം വാസുദേവനെ വിളിച്ച് പറയുന്നത് ആദി കേട്ടു. അങ്കിൾ, ഞങ്ങളവിടെ എത്തി. ആദ്യം അവൻ്റെ മുറിയിലാണ്. ഏയ്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അച്ഛൻ തൻ്റെ ചാരന്മാരെ ചുറ്റും നിർത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. കിരൺ പോയതിനു ശേഷം അവൻ പതുക്കെ തൻ്റെ ഫോൺ ഓൺ ചെയ്തു. ജാൻവിയുടെ മെസ്സേജുകൾ ഓരോന്നായി വന്ന് നിറഞ്ഞു കിടപ്പുണ്ട്. അവൾക്കൊരു റിപ്ലൈ അയക്കാൻ ആഗ്രഹിച്ച്. പക്ഷേ മുറിയുടെ വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടവൻ വേഗം ഫോൺ ഓഫ് ചെയ്ത് വാതിൽ തുറന്നു. പ്രിയയായിരുന്നു അത്. അവൾ ഒരു ഗ്ലാസ് പാലുമായി വന്നതായിരുന്നു. നീ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഇത് കുടിക്കണം. നാളെ നിനക്ക് പുതിയ കോളേജിൽ പോകാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. ആദ്യം ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു പുഞ്ചിരി ആയിരുന്നില്ല.
അവൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് പ്രിയ തിരിച്ച് താഴേക്ക് പോയി. രാത്രി ഏറെ വൈകിയിട്ടും ആദിക്ക് ഉറക്കം വന്നില്ല. അപരിചിതമായ ആ മുറിയിലെ മണം അവനെ അസ്വസ്ഥനാക്കി. ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി. ഒരേ ചന്ദ്രൻ, ഒരേ ആകാശം. പക്ഷേ തൻ്റെ പെണ്ണ് മാത്രം ദൂരെയാണ്. അവൻ കൈവിരലിലെ മോതിരം ഒരിക്കൽ കൂടി ചുംബിച്ചു. ജാനി, നീ ഉറങ്ങാതെ നിലാവ് നോക്കിയിരിക്കുവാണോ പെണ്ണെ? ആദ്യം നിന്നെയും ഓർത്തുകൊണ്ട് ഇതാ ദൂരെ ഇവിടെയുണ്ട്. ദൂരങ്ങൾ എത്രയായാലും നിന്റെ ശ്വാസത്തിന് ചൂട് ഞാൻ എവിടെ അറിയുന്നുണ്ട് പെണ്ണെ. നാളെ മുതൽ നമുക്ക് പുതിയൊരു ജീവിതമല്ലേ. എൻ്റെ പൊന്ന് സങ്കടപ്പെടരുത്. അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു. അവൾ ഉറങ്ങാതെ ജനലരികിൽ നിൽക്കുകയായിരുന്നു. ഒരാൾ കൂടി റൂമിലുണ്ട്, അശ്വതി. അവൾ എപ്പോഴേ ഉറങ്ങിയിരിക്കുന്നു. അവൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ ദാഹിച്ചു വലഞ്ഞ വേഴാമ്പലിനെ പോലെ ആർത്തിയോടെ ആ മെസ്സേജ് വായിച്ചു. ഇത്ര ദൂരെ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വെളിച്ചം ആ ഇരുണ്ട മുറിയിൽ ആദിയുടെ മുഖത്ത് പ്രതിഫലിച്ചു. ജാൻവിയുടെ റീപ്ലൈ വരാനായി അവൻ ശ്വാസമടക്കി പിടിച്ചിരുന്നു. അപ്പുറത്ത് ടൈപ്പിംഗ് സ്റ്റാറ്റസ് തെളിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഏട്ടാ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ജനലിലൂടെ കാണുന്ന ആകാശത്തിന് പോലും ഇപ്പോൾ ഏട്ടൻ്റെ മുഖമാണ്. അവിടെ സുഖാണോ? പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നമ്മെക്കുറിച്ച് പറഞ്ഞോ? അവൾ വേദനയോടെ ചോദിച്ചു. ഇവിടെ എല്ലാവരും പാവങ്ങളാണെന്ന് തോന്നുന്നു ജാനി. കിരണളിയൻ്റെ പെങ്ങളും കുടുംബവും എന്നെ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കരച്ചിൽ മാറ്റാതെ എനിക്കിവിടെ എങ്ങനെ സമാധാനമായി ഇരിക്കാൻ കഴിയും? ഞാനതിന് കരയുന്നില്ല ഏട്ടാ. അവൾ കള്ളം പറയുകയായിരുന്നു. ഫോൺ സ്ക്രീനിൽ വീണ കണ്ണുനീർ തുള്ളികൾ വേഗം തുടച്ചു മാറ്റി. ശബ്ദം ഇടറാതെ ശ്രദ്ധിച്ചു. ഏട്ടൻ അവിടെ നിന്ന് നന്നായി പഠിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി. അച്ഛൻ നമ്മളെ അകറ്റാൻ നോക്കും തോറും എനിക്ക് ഏട്ടനോടുള്ള ഇഷ്ടം കൂടുകയുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാ ജാനി. നീ ഇട്ടു തന്ന ആ മോതിരം എൻ്റെ വിരലിലുണ്ടല്ലോ. അത് കാണുമ്പോൾ നീ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും. നാളെ കോളേജിൽ പോകണം. പുതിയ ആൾക്കാർ, പുതിയ സ്ഥലം, എല്ലാം അപരിചിതമാണ്. പക്ഷേ നിൻ്റെ ഓർമ്മകൾ കൂടെയുള്ളപ്പോൾ എനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാം. പഠിക്കാനുള്ള വാശി അറിയാതെ ഉള്ളിൽ നിറയും. അവർ ആ രാത്രിയിൽ വാക്കുകൾ കൊണ്ട് പരസ്പരം പുണരുകയായിരുന്നു. ദൂരങ്ങൾ വെറും അക്കങ്ങൾ മാത്രമാണെന്നും മനസ്സുകൊണ്ട് അവർ ഇപ്പോഴും ആ പുഴക്കരയിൽ തന്നെയാണെന്നും ആ ചാറ്റിംഗ് അവരെ ഓർമ്മിപ്പിച്ചു. ഏട്ടൻ തന്ന ആ പാദസരം ഞാൻ നെഞ്ചോട് വെച്ച് നിൽക്കുകയാണ്. ഇതെനിക്ക് ഏട്ടൻ തന്നെ അണിയിച്ചു തരണം. അടുത്തെൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഒന്നിച്ചുണ്ടാകുമോ ഏട്ടാ? അവൾ തിരക്കി. ഉണ്ടാകും ജാനി, ഞാൻ വാക്ക് തരുന്നു. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പ്രണയമെന്നത് വെറും ആകർഷണമാണെന്ന അവരുടെ വാദം നമുക്ക് തിരുത്തണ്ടേ? നീ പോയി ഉറങ്ങാൻ നോക്ക്. നാളെ നിനക്ക് ക്ലാസ്സുള്ളതല്ലേ. കണ്ണുകൾ വീർത്തിരുന്ന കൂട്ടുകാർ ചോദിക്കില്ലേ? ആദ്യ അലിവോടെ ചോദിച്ചു. ശരി ഏട്ടാ, ഏട്ടനും ഉറങ്ങിക്കോ. നമുക്ക് നാളെ വിളിക്കാം. ശരി പെണ്ണേ, നീ എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കണേ. ഫോൺ ഓഫ് ചെയ്തെങ്കിലും ആദിയുടെ കണ്ണുകൾ ഉറക്കം തഴുകിയില്ല. അവൻ ബാൽക്കണിയിൽ തന്നെ നിന്നു. രാത്രിയുടെ തണുപ്പ് അവനെ വന്നു പൊതിഞ്ഞു. ജാൻവിയുമായുള്ള ഈ ചാറ്റിംഗ് അവൻ വലിയൊരു ആശ്വാസമായിരുന്നു. അതേസമയം ഹോസ്റ്റൽ മുറിയിൽ ജാൻവി ആ ഗിഫ്റ്റ് ബോക്സ് നെഞ്ചോട് ചേർത്ത് പതുക്കെ കണ്ണുകൾ പൂട്ടി. അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. ആദി കൂടെയുണ്ടെന്ന തോന്നൽ അവളെ ഒരു സുരക്ഷിത ബോധത്തിലേക്ക് നയിച്ചു. പിറ്റേന്ന് രാവിലെ സൂര്യപ്രകാശം മുറിയിലേക്ക് അടിച്ചു കയറിയപ്പോൾ ആദി ഉണർന്നു. എപ്പോഴാ വന്ന് കിടന്നതെന്ന് അറിഞ്ഞൂടാ. പുതിയൊരു നഗരത്തിലെ തൻ്റെ ആദ്യ പ്രഭാതം. സമയം 8 കഴിഞ്ഞിരിക്കുന്നു. അവൻ വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. പ്രിയയും കുടുംബവും അവന് കാത്ത് താഴെയുണ്ടായിരുന്നു. വാ ആദി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് കിരൺ നിന്നെ കോളേജിൽ കൊണ്ടുവിടും. ബാക്കി പേപ്പർ വർക്കുകളൊക്കെ അവൻ നോക്കിക്കോളും, പ്രിയയുടെ ഭർത്താവ് രാഹുൽ പറഞ്ഞു. ആദ്യം മറുപടിയൊന്നും പറയാതെ അയാളോടൊന്ന് പുഞ്ചിരിച്ചു. ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ്റെ ചിന്തകൾ നാട്ടിലെ ആ ചെറിയ ക്യാമ്പസിനെ കുറിച്ചായിരുന്നു. അവിടെ ഇപ്പോൾ ജാൻവി കോളേജിലേക്ക് ഇറങ്ങിക്കാണും. തൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദത്തിനായി അവൾ വെറുതെ കാതോർക്കുന്നുണ്ടാവും. ഫോണിൽ അവളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. യാത്ര തിരിക്കുമ്പോൾ കിരൺ അവനെ നോക്കി ചോദിച്ചു, എന്താ ആദ്യം ആലോചിക്കുന്നത്? നിൻ്റെ സങ്കടം കുറഞ്ഞില്ലേ? സങ്കടമല്ല അളിയാ, ഇതെൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. എൻ്റെ അച്ഛനോടുള്ള പോരാട്ടം. ഇവിടെ നിന്നും ഞാൻ തിരിച്ചു വരുന്നത് ജാൻവിയുടെ സ്വന്തം ആദിയായിട്ടായിരിക്കും. അതിനുവേണ്ടി എന്ത് കഷ്ടപ്പാടും ഞാൻ സഹിക്കും. കിരൺ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. വണ്ടി തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ റോഡുകളിലൂടെ മുന്നോട്ട് നീങ്ങി. പുതിയൊരു കോളേജിൻ്റെ കവാടം അവനെ കാത്തിരിക്കുകയായിരുന്നു. അവിടെ അവൻ നാട്ടിലെ പ്രമാണിയായ വാസുദേവൻ്റെ മകനായിട്ടല്ല, മറിച്ച് തൻ്റെ സ്വപ്നങ്ങൾക്കും പ്രണയത്തിനും വേണ്ടി വീട് വിട്ടിറങ്ങിയ ഒരു പോരാളിയായിട്ടാണ് കാലെടുത്ത് വെക്കുന്നത്. പുതിയൊരു നഗരത്തിൽ, പുതിയൊരു കോളേജിൽ ആദിശൻ്റെ ഏകാന്തമായ യാത്ര അങ്ങനെ തുടങ്ങുകയായിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടരും.